ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള റാഗി പൊടി കൊണ്ടുള്ള ലഡുവിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാഷ്നട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് റാഗി പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൽ 1.5 കപ്പ് റാഗി പൗഡറാണ് എടുത്തിട്ടുള്ളത്. റാഗി പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റാഗി പൗഡറിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നവരെ 4-5 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റാഗി പൗഡർ നന്നായിട്ട് തന്നെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് തേങ്ങ ചിരകിയതാണ്. അത് ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒന്ന് മാറി വരുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. തേങ്ങയും റാഗി പൗഡറൊക്കെ നന്നായിട്ട് തന്നെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായി വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായി ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കര ഒരു നൂൽ പരുവമൊന്നും ആവേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ശർക്കര നന്നായിട്ട് തന്നെ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അരിച്ചെടുക്കാം. നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റാഗിയുടെയും തേങ്ങയുടെയും മിക്സിലേക്ക് നമുക്ക് കാഷ്നട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ ഇവിടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചു വെച്ച ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് കുറച്ച് വീതം ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കാതെ കുറച്ച് വീതം ചേർത്ത് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് ശർക്കര പാനിയുടെ ആവശ്യം കൂടെ ഉണ്ട്. അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
നന്നായിട്ട് തന്നെ ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാ ശർക്കര പാനിയുടെ ആവശ്യം വന്നിട്ടില്ല, കുറച്ചൊന്ന് ബാലൻസായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കൈ കൊണ്ടും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് തന്നെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബോൾസാക്കി എടുക്കാം, ഒരു ലഡുവിൻ്റെ ആകൃതിയിലാക്കിയെടുക്കാം. അതിനായി കയ്യിലൊന്ന് നെയ്യോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ബോൾസായി കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഒരു ലഡു ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ലഡുവാണിത്. എല്ലാ പേരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാനും മറക്കല്ലേ.